സർവമംഗളമംഗല്യേ ശിവേ സർവാദസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ദൈവ അനുഗ്രഹത്തോടു കൂടി ആദ്യത്തെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. ഹസ്ബൻഡിൻ്റെ കുടുംബക്ഷേത്രത്തിലെ ആറാട്ട് ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ ഈവനിങ് റുട്ടീൻ, നൈറ്റ് പരിപാടികൾ, കുറച്ച് കാര്യങ്ങളാണ് ഇതിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്നത്തെയും പോലെ വൈകുന്നേരത്തിൽ കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. വിളക്ക് കത്തിക്കാനും നാമം ചൊല്ലാനും പരിഭവങ്ങളും സന്തോഷങ്ങളും ദൈവത്തോട് പറയുവാനും കുറച്ച് സമയം. അത് മോനും കൂടാറുണ്ട്, ഹസ്ബൻഡുള്ളപ്പോൾ ഹസ്ബൻഡും കൂടാറുണ്ട്. അതിനുശേഷം നമ്മൾ ആറാട്ട് കാണാനായി ബീച്ചിലേക്ക് പോയി. മോനും ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ ആറാട്ടിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ക്ഷേത്രത്തിലെ ആറാട്ട് കഴിഞ്ഞ് നേരെ നീങ്ങിയത് സമുദ്ര ബീച്ചിലേക്കാണ്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് കരുതിയാണ് ഹസ്ബൻഡിനെ കൂട്ടി അങ്ങോട്ട് പോയത്. എന്നാൽ ലൈറ്റിൻ്റെ അഭാവത്തിൽ നല്ല പ്രോപ്പറായിട്ട് വീഡിയോസോ ഫോട്ടോസോ ഒന്നും തന്നെ എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ലെക്കടിച്ചത് മോനായിരുന്നു. ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അവന് നന്നായിട്ട് ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനും എന്തോ ഒരു സന്തോഷം പോലെയായിരുന്നു. കടലിൻ്റെ തീരമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് നമ്മൾ വീട്ടിലേക്ക് യാത്രയായി. വീട്ടിലെത്തിയ ശേഷം 2-3 റീൽസൊക്കെ എടുക്കാമെന്ന് കരുതി ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ അതിൻ്റെ പിറകിലായിരുന്നു. ഹസ്ബൻഡാണ് എല്ലാം ഷൂട്ട് ചെയ്ത് തരുന്നത്. നല്ല ക്ഷമയുണ്ട്. ഒരുപാട് ടേക്ക് എടുത്താലും സാരമില്ല, ശരിയാവും എന്ന് പറയും. കെട്ടിയവന് ഓഫ് ഡേ ആയിരുന്ന ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്ത് മയക്കാലോ, കാരണം നൈറ്റ് ഡ്രൈവിന് എന്തെങ്കിലും പോകണമല്ലോ. ഫ്രിഡ്ജിൽ കണവ മാത്രം അവശേഷിക്കുമ്പോൾ ട്രെൻഡിങ് ഔട്ടായ കൂന്തൽ നിറച്ചതൊന്ന് ട്രൈ ചെയ്താലോ. കൂടെ കഴിക്കാൻ നല്ല ചൂട് പെറോട്ടയും ബ്രെഡും ദോശയും എല്ലാം ഉണ്ട് കേട്ടോ. എങ്കിൽ പിന്നെ അങ്കത്തട്ടിലേക്ക്. കഴുകി വൃത്തിയാക്കി വെച്ച കണവ, കുനുകുന അരിഞ്ഞ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് വഴറ്റിയെടുത്തു. ശേഷം കൈ കിട്ടിയ പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം ഇട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്ത് വെച്ച കണവയുടെ ബാക്കി പാർട്സും തേങ്ങയും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചു. മസാല റെഡി. അടുത്തതായിരുന്നു വൻ ടാസ്ക്. മസാലയെല്ലാം കണവയിൽ നിറച്ച് ടൂത്ത് വെച്ച് സെക്യൂർ ചെയ്ത് 5 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുത്തു. ശേഷം ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നേരത്തെ പറഞ്ഞ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി അടച്ച് വെച്ച് വേവിച്ചു. ഇന്നത്തെ ഡിന്നർ സൂപ്പർ. ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് മോന് ഫുഡ് കൊടുക്കുന്നതാണ് വൻ ടാസ്ക്. അതിനാണ് ഏറ്റവും ടൈം സ്പെൻഡ് ചെയ്യുന്നതും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യവും. ഹസ്ബൻഡ് ആ ഒരു ഭാഗത്തേക്കേ വരത്തില്ല. കാരണം ഹസ്ബൻഡിന് അറിയത്തില്ല. ഹസ്ബൻഡ് പറയും അവന് വിശപ്പില്ല, അവൻ കഴിക്കുന്നില്ല, അവന് വേണ്ട, ഞാൻ കുത്തി നിറയ്ക്കുവാണ്, ഒരു ആപ്പിളിൻ്റെ അത്രയേ ഉള്ളൂ കുഞ്ഞിൻ്റെ വയറ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവൻ ഫുഡ് കഴിച്ചാലേ എനിക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും.
അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ഹസ്ബൻഡും ഞാനും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ രാത്രി കഴിഞ്ഞു. സൂപ്പർ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ ബിനു, ഹൗസ് വൈഫാണ്. കെട്ടിയോൻ സജി ഷെഫാണ്. മോൻ സായി 2 വയസ്സായിട്ടേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു ഫാമിലിയിലെ എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഇന്റർനാഷണൽ ഷെഫായ എൻ്റെ കെട്ടിയോനും പൊടിക്കൈകളും കുക്കിംഗ് ടിപ്സും വെറൈറ്റി ഡിഷസ് റെസിപ്പികളും എല്ലാം പ്രതീക്ഷിക്കാം. 2026 നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാകാൻ ഷെഫ് സജി ആൻഡ് ഫാമിലി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.